എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 4:45 ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 4:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ സാധാരണ ഒരു 5 മണിക്ക് 5:30 ഇടയ്ക്കാണ് എണീക്കാറുള്ളത്. പക്ഷേ ഇന്ന് എന്തോ നേരത്തെ അങ്ങ് എണീറ്റിട്ടുണ്ട്. ഇന്നലെ രാത്രി മഴയൊന്നും പെയ്തില്ല എന്ന് തോന്നുന്നു. മഴ പെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നല്ല തണുപ്പായിരുന്നേനെ. പക്ഷേ മഴ പെയ്യല്ലേ എന്നാണ് പ്രാർത്ഥന കേട്ടോ. കാരണം നമ്മുടെ ഒരു ലോഡ് തുണി ഉണങ്ങാനുണ്ട് കേട്ടോ. ഈ കുഞ്ഞുങ്ങളുടെ തുണി ഉണങ്ങാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അവരുടെ ഈ പെന്നിയൻ ടൈപ്പൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവരുടെ തുണികളൊക്കെ ഉണങ്ങാൻ വേണ്ടി. അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. നേരെ കയറിയിട്ടില്ലായിരുന്നു, നേരെ പോയി ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തു. ഒരു 5:30 ആയപ്പോഴാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് കയറുന്നത്. പക്ഷെ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം അവിടെ പോയി കിടന്നു. പിന്നെ അന്നേരത്തേക്ക് ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയപ്പം ഉറക്കം വന്നില്ല. അതാണ് നേരത്തെ തന്നെ എണീറ്റത് ഇന്ന്. പിന്നെ നേരെ കിച്ചണിൽ കയറിയിട്ട് ഞാൻ ഒരു ഗ്രീൻ ടീ, ഇപ്പം ഡെയിലി ഗ്രീൻ ടീ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ടീ ഇട്ട് കുടിച്ചില്ല, ഗ്രീൻ ടീ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇനി അത് കുടിക്കണം. പിന്നെ ഞാൻ ക്യാബേജ് തോരൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ കാശിമോന് ചോറിൻ്റെ കൂടെ ക്യാബേജ് തോരൻ കൊടുക്കാമെന്ന് കരുതി. അപ്പം ഞാൻ എണീറ്റപ്പോഴത്തേക്ക് നമ്മൾ ഇന്നലെ ചിക്കൻ അരപ്പ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് കാശിമോനെടുത്ത് വറുത്ത് കൊടുത്ത് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനും അങ്ങ് വറക്കാമെന്ന് കരുതി. ഞാൻ കുരുമുളക് പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പം ഞാൻ അതുണ്ടാക്കുന്ന സമയത്താണ് കുരുമുളക് പൊടി ഇട്ടത്. അതാണ് അതിൻ്റെ മുകളിൽ ഒരു കുരുമുളക് പൊടിയാണ് കിടന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. എന്നും ഞാൻ ദോശ ഉണ്ടാക്കുന്നത് കഴിക്കാറാകുമ്പോഴാണ് ഞാൻ ദോശ ഉണ്ടാക്കാറുള്ളത്. അതാകുമ്പം ചൂടോടെ കഴിക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ ഞാൻ അന്നേരം ആ സമയത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് നന്നായിട്ട് ലേറ്റ് ആകുമായിരുന്നു. അപ്പം ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്ക് ലേറ്റ് ആകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദോശ അങ്ങ് ഉണ്ടാക്കിയിട്ട് കാസറോളിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അതാകുമ്പം ചെറിയ ചൂടോടെ കിട്ടുമല്ലോ. പിന്നെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ കുടിച്ചുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കാശിമോന് 8:25 ആകുമ്പോഴത്തേക്ക് വാൻ വരും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ റെഡിയായി നിൽക്കണം. 8:10 ആകുമ്പോഴത്തേക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 8:15 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കും കേട്ടോ. കാരണം 8:15 കഴിഞ്ഞ് എപ്പോഴാണ് വാൻ വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ ഞങ്ങൾ റെഡിയായി നിൽക്കും. പിന്നെ അവർക്കുള്ള പാല് തിളപ്പിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. 2 പേർക്കും ഒരുമിച്ച് അങ്ങ് തിളപ്പിക്കും. രാവിലെ സിദ്ധുവിന് രാവിലെ ഒരു ഗ്ലാസ് പാല്, ഒരു ഗ്ലാസ്സൊന്നും കുടിക്കത്തില്ല, ഒരിച്ചിരിയൊക്കെ പാല് കൊടുക്കും. പിന്നെ കാശിക്കും ഒരു ഗ്ലാസ് കൊടുത്തിട്ടാണ് സ്കൂളിൽ വിടാറുള്ളത്. പിന്നെ അവന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചിട്ടാണ് കുഞ്ഞ് പോകുന്നത്. പക്ഷേ ഞാൻ ബ്രെഡാണ് സ്നാക്സിന് കൊടുത്ത് വിടുന്നത്. ബ്രെഡ് ഇങ്ങനെ നെയ്യിലിങ്ങനെ മൊരിച്ചെടുക്കും, എന്നിട്ട് അത് ജാമ തൂത്തിട്ടാണ് കൊടുക്കുന്നത്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൊടുത്ത് വിടുന്നത് കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ ഞാൻ ഇത് തന്നെ അങ്ങ് കൊടുത്ത് വിടാമെന്ന് കരുതി. ക്രീം ബിസ്ക്കറ്റൊക്കെ ഒത്തിരി അങ്ങനെ കൊടുക്കുന്നില്ല ഇപ്പം. ഒന്നാമതേ അവൻ്റെ പല്ലൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ജാമൊക്കെ തൂത്തിട്ടാണ് അത് കൊടുത്തു വിടുന്നത്. പിന്നെ ഇന്ന് നമുക്ക് ഒഴിച്ചു കറിക്ക് വേണ്ടി മോര് കാച്ചാന്ന് കരുതി. അപ്പം കുറച്ച് കാന്താരിമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മോര് കാച്ചുന്നത്. ഇന്ന് ഇച്ചിരി ലൂസായിട്ടാണ് മോര് കാച്ചുന്നത്. കാരണം ഞാൻ എന്നും കട്ടിക്കാണ് കാച്ചുന്നതെന്നാണ് ഇവിടെ പരാതി. അതുകൊണ്ട് ഇന്ന് ഞാൻ ഇച്ചിരി ലൂസായിട്ട് മോര് കാച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നും ഇച്ചിരി കട്ടിയിൽ കുറുകിയെടുക്കും, അതാരും അങ്ങനെ കൂട്ടത്തില്ലായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ മോര് കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ അവിടെ ഞാൻ തുറന്ന് വെച്ചിട്ട് വേവിക്കും കേട്ടോ. കാരണം മിക്കപ്പോഴും ഞാൻ ചിക്കൻ വറുത്തെടുക്കുമ്പം കരിഞ്ഞു പോകാറുണ്ട്. ഈ ഓട്സൊക്കെ മിക്സ് ചെയ്തിടുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് അങ്ങ് കരിയുമായിരുന്നു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അത് കരിയുന്നുണ്ടോയെന്ന്. അതുകൊണ്ടാണ് അതിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ കുറച്ച് ആറ്റുവാള വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം മീനൊന്നും അങ്ങനെ കിട്ടാറേ ഇല്ല. കൊഞ്ചും ആറ്റുവാളയും മാത്രമേ ഉള്ളൂ. കൊഞ്ചിനെങ്ങാണ്ട് 1 കിലോയ്ക്ക് 500-550 രൂപയാണ്. പിന്നെ നമ്മൾ ആറ്റുവാള വാങ്ങിയിട്ടോ. ആറ്റുവാള വാങ്ങിയത് കറി വെച്ചത് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഞാനായിരുന്നു കറി വെച്ചത്. പക്ഷേ എന്നും കറി വെക്കുന്ന പോലെ തന്നെയാണ് കറി വെച്ചത്. പക്ഷേ അതിൻ്റെ എന്തോ ഒരു ചെവയുണ്ടായിരുന്നു മീനിന്.
എനിക്കത് ഫീൽ ചെയ്യുന്നത് ഈ കണ്ടത്തിലേക്ക് ചേറിൻ്റെ ആ ഒരു ഇതാണ് എനിക്കതിന് ഫീൽ ചെയ്തത്. അതുകൊണ്ട് കറി വെച്ചത് ആരും കൂട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് വറക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടെന്ന് വറുത്ത് കഴിച്ചു നോക്കാമെന്ന് കരുതി. പിന്നെ അന്നേരത്തേക്ക് 7:15 ആയിട്ടുണ്ടായിരുന്നു. കാശിമോനെ വിളിച്ചിട്ട് എഴുന്നേൽക്കുന്നില്ല. പിന്നെ ഞാൻ ഇവിടെ കൊണ്ട് കിടത്തി കേട്ടോ. ഇവിടെ കിടക്കുമ്പോൾ എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് അവൻ എണീറ്റോളൂ എന്ന് കരുതി കിടത്തിയതാണ്. പക്ഷേ അവനാണെങ്കിൽ എൻ്റെ സൗണ്ട് കേട്ടിട്ട് പോലും അവൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിയിലാണെങ്കിൽ കിടന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു. ഒരു 11-11:15 അവൻ കിടന്നപ്പം. കാരണം ഇവന് നോട്ട്സ് എഴുതാനുണ്ടായിരുന്നു. നോട്ട്ബുക്കിൻ്റെ ഒരു പേപ്പർ ഇങ്ങനെ കീറി വന്നു. അപ്പോൾ അതിൻ്റെ നോട്ട്സ് എല്ലാം ഞാൻ ഇരുത്തി എഴുതിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ആയപ്പോഴത്തേക്ക് കുഞ്ഞ് ലേറ്റായി. പഠിക്കാനിരിക്കുന്നത് സിദ്ധു ഉറങ്ങിയതിന് ശേഷമാണ്. ഇന്നലെ എന്തോ സിദ്ധു ഉറങ്ങിയപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. സിദ്ധു ഉറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ആ സമയത്താണ് ഇരുത്തി പഠിപ്പിച്ചത്. സിദ്ധു ഉണർന്നിരിക്കുമ്പോൾ നമുക്കങ്ങനെ കാശിയെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ബുക്കിൻ്റെ മണ്ടയ്ക്ക് അല്ലെങ്കിൽ ബാഗിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ ഇരിക്കും. പിന്നെ അതുമല്ല എല്ലാത്തിനും കിടന്ന് കരയും. ബുക്കിനും പുസ്തകത്തിനും പിന്നെ പെൻസിലിനും റബ്ബറിനും എല്ലാത്തിനും കിടന്ന് കരയും. ആകെ കൂടി ഒരു ബഹളമായിരിക്കും സിദ്ധു ഉണർന്നിരിക്കുന്ന സമയത്ത് കാശിയെ പഠിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് സിദ്ധു ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഞാൻ കാശിയെ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ ഇന്നലെ ഉറങ്ങിയപ്പോൾ ലേറ്റായിട്ടായിരുന്നു ഉറങ്ങിയത്. 9:30 അപ്പോൾ ആ സമയത്താണ് ഞാൻ നോട്ട്സ് നോക്കിയപ്പോൾ ഇങ്ങനെ കീറിയിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് കിടന്നപ്പോഴത്തേക്ക് ഒരു 10 മണി 10:30 ആയി. പിന്നെ അവൻ ഞങ്ങൾ ഉറങ്ങാൻ നേരത്തെ ഉറങ്ങത്തുള്ളൂ. അപ്പോഴത്തേക്ക് ദാണ്ടെ തന്നെ നിരങ്ങി താഴെ വീഴുവാണ്. സമയത്ത് സോമു എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കയറി പോകുന്നുണ്ട്. എന്തോ കുഞ്ഞിനങ്ങോട്ട് ഉറക്കം തെളിയുന്നില്ല. പിന്നെ ലൈറ്റൊക്കെ തന്നെ ഓഫ് ചെയ്തിട്ടാണ് കിടന്നത്. ഞാൻ കരുതി ലൈറ്റ് ഓഫ് ചെയ്തത് സോമു ആയിരിക്കും. ഞാൻ സോമുവിനോട് ചോദിക്കുകയും ചെയ്ത് എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്തതെന്ന്. അവൻ എണീക്കണ്ടേ, അവനെ ഇങ്ങനെ ഉറക്കിയാൽ മതിയോ എന്നൊക്കെ. പക്ഷേ എനിക്ക് അവനെ കണ്ടിട്ട് കഷ്ടം തോന്നി കേട്ടോ. ഭയങ്കരമായിട്ട് സങ്കടം വന്നു അവനിങ്ങനെ കിടന്ന് ഉറങ്ങിയപ്പോൾ. ഞാനിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാനിങ്ങനെ ഇവൻ കിടക്കുന്നതൊക്കെ കാണുന്നത് തന്നെ. അവനെ കുറേ തവണ വിളിച്ചു, അവൻ എഴുന്നേൽക്കുന്നേ ഇല്ലായിരുന്നു. പിന്നെ എനിക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ വെച്ച് മുഖം കഴുകി. പിന്നെ അവൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യാമെന്ന് കരുതി, യൂണിഫോം. അങ്ങനെ എൻ്റെ റിംഗ് ലൈറ്റ് പീസായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്ക്രൂ മുറുക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് കൊടുത്തതാണ്. ഹസ്ബൻഡ് അത് സ്ക്രൂ മുറുക്കുന്നതിന് പകരം അത് 10 പീസാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഇരിക്കുന്ന പോലുമില്ല. ലൈറ്റ് ഊരി താഴെ വീഴുവാണ്. അത് മാറ്റി വെച്ചേക്കുവാണ്. പിന്നെ ഞാൻ അവനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൻ്റെ ഷൂ ഒക്കെ പോളിഷ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. സിദ്ധു ഈ സമയത്തും എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഷൂ ആയാലും തേപ്പൊട്ടിയൊക്കെ ആയാലും അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. സിദ്ധു എണീറ്റിട്ടുണ്ടെങ്കിൽ അതെല്ലാം കയറി പിടിക്കും. ഷൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവനെടുത്ത് വെളിയിലെറിയും. എപ്പോഴും അവൻ്റെ ഇതാണ്. എന്ത് ചെരുപ്പ് കണ്ടാലും അവൻ ആ ഗ്രില്ലിനകത്തൂടി എടുത്ത് വെളിയിലെറിയും. പിന്നെ ഞാൻ അയൺ ചെയ്തെടുക്കുന്നുണ്ട്. യൂണിഫോം നമ്മൾ ഡെയിലി അയൺ ചെയ്യും, അല്ലെങ്കിൽ പെട്ടെന്ന് ചുളുങ്ങിയിരിക്കും. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ കഴുകിയിടുമ്പോൾ പിഴിഞ്ഞൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ചുളുക്ക് കാണും. അങ്ങനെ ഞാൻ എല്ലാം അയൺ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാശി കിടന്ന് വിളിക്കുന്നുണ്ട്. അവന് അങ്ങനെ എണീറ്റിട്ടുണ്ടായിരുന്നു. ഇനി അവനെ കുളിപ്പിക്കണം, അവനെ പല്ല് തേപ്പിക്കണം. അതാണെങ്കിൽ എല്ലാം ഷടപടയെന്ന് ചെയ്യണം. അവനാണെങ്കിൽ താമസമാണ്, എനിക്ക് പക്ഷേ എല്ലാം എളുപ്പം ചെയ്യണം. അങ്ങനെ ഞാൻ ഒരു കോണി ഷൂവും പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഷൂ പോളിഷ് ചെയ്യുന്ന സാധനം ഇന്നലെ നമ്മൾ കടയിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് പ്രസ് ചെയ്തപ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒത്തിരി ലിക്വിഡ് അങ്ങ് താഴോട്ട് വീണിട്ടുണ്ടായിരുന്നു. ചെരുപ്പ് മൊത്തമായിട്ടുണ്ടായിരുന്നു. കുറച്ച് തറയിലും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തു. അല്ലെങ്കിൽ അത് അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് സിദ്ധു വന്ന് പിടിക്കും, അത് വായി വെക്കും, പിന്നെ ആകെ കൂടി ഇതാകും. അതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ അതൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യും. പിന്നെ നമ്മളിത് ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിന് കറി ഇന്ന് ക്യാബേജ് തോരനും പിന്നെ ഞാൻ ചിക്കൻ വറുത്തതും ചിക്കൻ്റെ നല്ല പീസുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഒന്നും അവനങ്ങനെ കഴിക്കത്തില്ല. അപ്പം ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തു വിടും. പിന്നെ അവനെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അവന് കുളിപ്പിച്ച് ഇനി ഫുഡ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അങ്ങ് റെഡിയാക്കി നിർത്തി കേട്ടോ. അഥവാ വാൻ നേരത്തെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയല്ലോ എന്ന് കരുതിയിട്ടാണ്.
അങ്ങനെ ഞാൻ അവന് യൂണിഫോമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവന് ഫുഡും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശയും കടലക്കറിയായിരുന്നു. കടല ഞാൻ രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എണീറ്റപ്പോൾ തന്നെ കടലക്കറി അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴത്തേക്ക് സിദ്ധു എണീറ്റിട്ടുണ്ടായിരുന്നു. സിദ്ധു അകത്ത് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അന്നേരം അതാണ് ഞാൻ അകത്തോട്ട് പോയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സോമു ജോലിക്ക് പോകാൻ ഇറങ്ങി. അപ്പം ഞാനും അങ്ങോട്ട് ഇറങ്ങിയതാണ്. സിദ്ധു കൂടെ ഇറങ്ങും, എപ്പോഴും ഉള്ള പരിപാടിയാണ്. സിദ്ധു കൂടെ ഇറങ്ങും. അന്നേരം ഞാനും അങ്ങോട്ട് ഇറങ്ങി. അന്നേരത്തേക്ക് അതിൻ്റെ ഇടയിൽ കൂടി കാശിയുടെ ഷൂ എടുത്ത് വെളിയിലും എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും പോയി എടുത്ത് അത് തുടച്ചു. പിന്നെ അവന് സോക്സും ഒക്കെ ഇട്ട് കൊടുക്കാൻ നേരത്തെ കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 100 വട്ടം കൈ കഴുകും. ഓരോന്ന് എടുക്കാൻ പോകാൻ വേണ്ടി, സിദ്ധുവിനെ പിടിക്കാൻ പോകാൻ വേണ്ടി ഞാനൊരു 100 വട്ടം കൈ കഴുകും. അങ്ങനെ പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പാല് കുടിക്കണം. അത് അവൻ്റെ കടമയാണ്, അവൻ പാല് കുടിക്കുക എന്നുള്ളത്. അവനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. ബാക്കിയെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും. പക്ഷേ ഇത് ഭയങ്കര താമസമാണ് അവന്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ്റെ അനിയൻ്റെയും വക കുറച്ച് അടിപിടികൾ. സിദ്ധു ആണെങ്കിൽ കാശിയെ നന്നായിട്ട് മേല് നോയിക്കും. കാശി എപ്പോഴും പറയും, ദൈവമേ സ്കൂളുണ്ടായിരുന്നെങ്കിൽ, സ്കൂളില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പം പറയും, ദൈവമേ സ്കൂളുണ്ടായിരുന്നെങ്കിൽ അവിടെ കാണാൻ പോയിരിക്കായിരുന്നു, ഈ ചെറുക്കൻ എന്നെ അങ്ങ് മേല് നോവിക്കുവാന്ന് പറയും. എപ്പോഴും പറയും. കേൾക്കുമ്പോൾ സങ്കടം തോന്നും കേട്ടോ. പക്ഷേ നല്ല സ്നേഹമാണ് സിദ്ധുവിന്. ചേട്ടൻ്റെ ഇടയ്ക്ക് ഭയങ്കര സ്നേഹമാണ്. ഇപ്പോൾ കാശി എന്ന് വിളിക്കാറുണ്ട്. നമുക്കങ്ങനെ തിരിയത്തില്ലെങ്കിലും നമുക്ക് ചിലവർക്ക് അങ്ങനെ മനസ്സിലാവത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവും, ഹസ്ബൻഡ് മനസ്സിലാവുന്നു, ഈ കാശിക്കും മനസ്സിലാവും കാശി എന്ന് വിളിക്കുമ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ മുടിയൊക്കെ ചീകി കൊടുത്ത് പൗഡറൊക്കെ ഇട്ടിട്ട് പിന്നെ ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദനം തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവർ ചന്ദനം തൊടുന്നത്. ചന്ദനം തൊടുമ്പോൾ ഒരു പ്രത്യേക ഐശ്വര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് കൊടുത്തിട്ട് ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വെളിയിൽ വാനിൽ കയറാൻ വേണ്ടി പോയി നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവർക്ക് മാസ്ക് നിർബന്ധമാണ്. അപ്പം നമ്മളൊരു മാസ്ക് വെച്ച് കൊടുത്ത് വിടും, ഒരു മാസ്ക് ബാഗിലും വെക്കും. അങ്ങനെ പിന്നെ വാനിൻ്റെ ഹോണടി ദൂരെ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മളിതാ ഇവിടെ നിന്നാണ് വാൻ കയറുന്നത്. വലിയ വാനാണ് വരുന്നത് കൊണ്ട് വേറെ വണ്ടിക്ക് പോകാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ സൈഡിൽ നിൽക്കുന്നത്. അതാകുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ 3-4 കുട്ടികൾ കയറുന്നത്. അപ്പോൾ അവിടെ മാങ്ങാനാറിപ്പൂവ് ഒത്തിരി നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ചൂണ്ടയും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ പൂവിൻ്റെ പേര് മാങ്ങാനാറി എന്നല്ലേ, ഞങ്ങൾ മാങ്ങാനാറി എന്നാണ് പറയുന്നത്. അങ്ങനെ അത് പൂ കണ്ടു കഴിഞ്ഞാൽ സിദ്ധുവിന് ഞാൻ ചെവി വെച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നായിരുന്നു. ഇത് മൊത്തം അരിയായിരുന്നു കേട്ടോ. ഇതെല്ലാം പോയതായിരുന്നു. പക്ഷേ ഇത് പിന്നെ ഇതിൻ്റെ അരി വീണ് കിളിച്ചതാണ് ഇത് മൊത്തവും. അങ്ങനെ 2 സൈഡിൽ നിൽക്കുമായിരുന്നു. നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒത്തിരി അങ്ങ് പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ റോഡിൻ്റെ. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലെ കുറച്ച് അരി ഞാൻ കൊണ്ട് വീട്ടിലും പാകിയിട്ടുണ്ടായിരുന്നു. അത് ഒരുവിധമൊക്കെ കിളിച്ചു, പക്ഷെ പൂവൊന്നുമില്ല കേട്ടോ. പിന്നെ സിദ്ധുവിന് കുറുക്ക് കൊടുക്കണം. അപ്പം ഞാനിപ്പോൾ സിദ്ധുവിന് ഇച്ചിരി ലൂസായിട്ടാണ് കുറുക്ക് കൊടുക്കുന്നത്. അതാകുമ്പോൾ അവന് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ അവൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് ദോശയും കടലക്കറിയും അത് അവൻ്റെ അച്ഛൻ കൊടുത്തോളും. എപ്പോഴും അങ്ങനെയാണ്, രാവിലത്തെ ഫുഡ് അവൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് അവൻ കഴിച്ചോളും. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കൊടുപ്പൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചൊക്കെ കൊടുക്കും ഫുഡ്. അങ്ങനെ ഞാൻ കുറുക്ക് ഇച്ചിരി ലൂസാക്കി കൊടുക്കുന്നതുകൊണ്ട് അവന് ഇച്ചിരി കുടിക്കും. എന്നാലും വാശിയാണ്. ഒരു അരമണിക്കൂറൊക്കെ എടുത്തിട്ടാണ് ഒരു ഇച്ചിരി കുടിക്കുന്നത്. അവൻ നന്നായിട്ട് ഇങ്ങനെ നെറുകെ വലിച്ചു കയറും. എനിക്കത് ഭയങ്കര പേടിയാണ്. ഒന്നാമത് ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും നെറുകെ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ ഞാൻ എങ്ങോട്ട് എടുത്തുകൊണ്ട് പോകാൻ, അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ അവൻ എൻ്റെ അടുക്കെ ഓരോന്നൊക്കെ പറയുക, ടാറ്റ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പോവും കേട്ടോ. അവന് വെളിയിലിറങ്ങി നിന്നിട്ട് എനിക്ക് ടാറ്റ തന്നിട്ട് ഓടും. അതൊക്കെയാണ് ഇപ്പോൾ അവൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാശിയുടെ സൈക്കിളാണ്. ഇത് കാശി ഇല്ലാത്തപ്പോൾ മാത്രമേ ഞങ്ങൾ വെളിയിലെടുക്കത്തുള്ളൂ. കാരണം ഇത് കാശി ഉള്ളപ്പോൾ നേരത്തെ എപ്പോഴും എടുക്കുമായിരുന്നു. അന്നേരം ഈ കാശി ഇതിനകത്തൊക്കെ ഇട്ട് ചവിട്ടി അത് നമ്മുടെ ദേഹത്തൊക്കെ കൊണ്ട് ഇടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ കാലിലൊക്കെ കൊണ്ടിടിച്ചിട്ടുണ്ട്. കാലിൻ്റെ നഖമൊക്കെ പോയിട്ടുണ്ട്. അമ്മയുടെ ദേഹത്ത് കൊണ്ടിട്ടിടിക്കും, സിദ്ധുവിൻ്റെ ദേഹത്ത് കൊണ്ടിട്ടിടിക്കും, എല്ലാവരുടെയും ദേഹത്ത് കൊണ്ടിട്ടിടിക്കും. അതുകൊണ്ട് ഞാനതെടുത്ത് മേളിൽ വെക്കും. കാശി ഇല്ലാത്ത സമയത്ത് എടുത്ത് സിദ്ധുവിന് കൊടുക്കും. കാശി വരാറാകുമ്പോൾ എടുത്ത് മേളിലും വെക്കും. അപ്പോൾ ഫോണിൻ്റെ വീഡിയോയ്ക്കകത്ത് കണ്ടു അവൻ്റെ തലയിൽ ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. അത് അവന് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവനങ്ങനെ കെട്ടിക്കൊടുക്കാൻ.
അപ്പോൾ അവനത് വലിച്ചഴിച്ചു. പിന്നെ അതാ കുറച്ച് നേരം കളിയാണ്. ഇങ്ങനത്തെ കുറേ ഇത് കാണിക്കും. നേരത്തെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് ഇതൊക്കെ പോവായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ അവന് പേടിയാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കുറേ സമയം ഇരുന്നു കേട്ടോ. കാരണം ജോലിയൊന്നും ഇല്ല, ഇനി എല്ലാ ജോലിയും ഒതുങ്ങി. ഇനി കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി അവനെയും വിളിച്ച് എൻ്റെ അടുത്ത് കിടത്തി കേട്ടോ. പക്ഷെ അവൻ ഭയങ്കര ഉപദ്രവമായിരുന്നേ. സ്നേഹവുമാണ്, പക്ഷേ എന്നാൽ നന്നായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും. കടിക്കും, നല്ല പോലെ കടിക്കും, നമ്മുടെ കയ്യിലും ഒക്കെ കടിക്കും. എപ്പോഴും കടി കിട്ടുന്നത് കാശിക്കാണ് കേട്ടോ. കാശി കിടക്കുമ്പം കാശിയുടെ പുറത്ത് കയറി ഇരുന്ന് കടിക്കലാണ് ഇവൻ്റെ മെയിൻ പരിപാടി. പക്ഷേ ചേട്ടനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഭയങ്കര ജീവനാണ് കേട്ടോ. എപ്പോഴും ഉമ്മോടൊപ്പമാണ് ചേട്ടനും അനിയനും. ചേട്ടനും അതുപോലെ തന്നെ ഭയങ്കര സ്നേഹമാണ്. സ്കൂളിൽ പോകുമ്പം പറഞ്ഞിട്ടാണ് പോകുന്നത്, ഞാൻ വരുന്നിടം വരെ നീ എന്തോ ചെയ്യുവടാ ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എന്ന് ഒരു ഡയലോഗ് അടിച്ചിട്ടാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ ആദ്യം തിരക്കുന്നതും സിദ്ധുവിനെയാണ്. സിദ്ധു എന്തെങ്കിലും ചോദിച്ചുകൊണ്ടാണ് അവൻ കയറി വരുന്നത്. കണ്ടില്ലേ അവൻ്റെ കുസൃതി കണ്ടില്ലേ? ഇങ്ങനെ കയറിയിരുന്ന് നെറ്റി കൊണ്ടിട്ട് ഇടിക്കും. എപ്പോഴും ഇങ്ങനെയാണ്, എടുത്തുകൊണ്ട് നടക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. നെറ്റി വെച്ച് നമ്മളെ ഇങ്ങനെ ഉപദ്രവിക്കും കേട്ടോ. അങ്ങനെ കടിക്കും നന്നായിട്ട്. എൻ്റെ ചെള്ളയ്ക്കും എൻ്റെ കയ്യിലും ഒക്കെ കടിക്കും കേട്ടോ. പക്ഷേ ഭയങ്കര സ്നേഹപ്രകടനമാണ് എപ്പോഴും. അച്ഛനെ എടുത്തിട്ട് കടിക്കും. അങ്ങനെ ഒരു കടി കടിച്ചു. എനിക്ക് നന്നായിട്ട് നൊന്തിട്ടുണ്ടായിരുന്നു. പിന്നെ തലവെച്ചിടിച്ചപ്പോൾ അവനും നൊന്തിട്ടുണ്ട്. അവനിരുന്ന് ചിണുങ്ങുന്ന കണ്ടില്ലേ? ഒരൊറ്റ ചിണുക്കം. ഇത് കള്ളക്കരച്ചിലാണ് കേട്ടോ. വേദനിച്ച് കഴിഞ്ഞാൽ അവൻ നന്നായിട്ട് കിടന്ന് കരയും. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കളിയും ചിരിയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.